നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സ്വർണ്ണവിശേഷത്തിലേക്കാണ് പോകുന്നത്. സ്വർണ്ണവിശേഷം എന്ന് കേട്ടാൽ സ്വർണ്ണ വിപണിയാണോ എന്ന് ചിലപ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. സ്വർണ്ണ വിപണിയല്ല. വിപണി നമുക്ക് പത്രത്തിലും ഒക്കെ നോക്കിയാൽ അറിയാം. സ്വർണ്ണ വിപണി ഉയർന്നു പോവുകയാണ്. അതേ സമയത്ത് സ്വർണ്ണ കള്ളക്കടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായി ക്ഷേത്രത്തിലെ സ്വർണ്ണമോഷണമാണല്ലോ ചർച്ചാ വിഷയം. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഞാനൊരു വാസ്തുശില്പിയാണ്. വീടിനൊക്കെ കുറ്റിയടിക്കുമ്പോൾ സാധാരണ ഹിന്ദുക്കൾ ആചരിക്കുന്ന ഒരു ആചാരമുണ്ട്. ആ ആചാരം വന്നത് ഒരു 1955-60 ശേഷമാണ് കേട്ടോ. അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ആചാരം ഉണ്ടായിരുന്നില്ല. വീടിന് കുറ്റിയടിച്ച് കല്ലിടുമ്പോൾ ഒരു സ്വർണ്ണ നാണയം അല്ലെങ്കിൽ സ്വർണ്ണ നാണയം എല്ലാവർക്കും വെക്കാൻ പറ്റില്ല. അപ്പോൾ സ്വർണത്തിൻ്റെ ഒരു പൊട്ട് വീട്ടിലുള്ള കുട്ടികളുടെയെങ്കിലും മാലേൻ്റെ മുകളിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് വീട് നിർമ്മാണമല്ലേ എന്ന് കരുതി, കുറ്റിയടിക്കാൻ വന്ന ആൾ പറയുന്നതല്ലേ എന്ന് കരുതി ഒരു കഷ്ണം സ്വർണം ആ കല്ലിൻ്റെ അടിയിൽ വയ്ക്കും. വീട് നിർമ്മാണത്തിന് സ്വർണം വെക്കണമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നേ ഇല്ല. അങ്ങനെ ഒരു നാട്ടു നടപ്പുമില്ല. ഇതാരോ തുടങ്ങി വെച്ച ഒരു സംഭവം. അത് പിന്നീട് ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ഒരു വീട് നിർമ്മാണം എന്ന് പറയുന്നത് നമുക്കറിയാം, വിഷമഘട്ടത്തിലായിരിക്കും ഒരു വീട് നിർമ്മാണത്തിൻ്റെ തുടക്കം. വളരെ ആദിയോടുകൂടിയും ആവലാദികളോടുകൂടിയും ഗൃഹനാഥൻ തുടങ്ങി വെക്കുന്നതാണ് ആ കർമ്മം. അതിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരാചാരമായി ഈ സ്വർണം നിക്ഷേപിക്കുക എന്നുള്ളത്. സ്വർണം നിക്ഷേപിക്കാം എവിടെ? ക്ഷേത്രത്തിൽ, ക്ഷേത്ര ആരംഭത്തിൽ, ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണത്തിന് തറക്കല്ലിടുമ്പോൾ അതിനൊരു കണക്കുണ്ട്. ആ കണക്കിൽ പ്രകാരമുള്ള സ്വർണം ആ ക്ഷേത്ര ശിലയ്ക്ക് അടിയിൽ വെക്കണം. അത് ക്ഷേത്രാചാരമാണ്. അതേ സമയത്ത് വീട് നിർമ്മാണത്തിൽ ഒരിക്കലും ഒരിടത്തും പറയുന്നില്ല സ്വർണം വെക്കണമെന്ന്. ഞാൻ ഏത് ഗൃഹാരംഭത്തിൻ്റെ തുടക്കത്തിലും അവരോട് പറയുന്ന ആദ്യത്തെ വാക്ക് സ്വർണം വെക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ പഞ്ചശിരസ് വെച്ചോളൂ. അത് ടൈല് വെക്കുമ്പോൾ അല്ലെങ്കിൽ മാർബിൾ ഇടുമ്പോൾ, ഗ്രാനൈറ്റ് ഇടുമ്പോൾ, അല്ലെങ്കിൽ കാവ്യ ഇടുമ്പോൾ അതിനടിയിൽ ആ വീടിൻ്റെ സ്ഥാനത്തിൽ നോക്കിയിട്ട് ഉചിതമായ സ്ഥാനം കണ്ടെത്തിയതിന് ശേഷം വേണം പഞ്ചശിരസ് വയ്ക്കാൻ. അത് വളരെ വില കുറവുള്ള, ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു 600-700 രൂപയെ വില വരുള്ളൂ. അതേ സമയത്ത് ഈ സ്വർണം ഇന്ന് 1 ലക്ഷത്തിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഈ മാസത്തിൽ ഒരാൾ വീട് പണിയുമ്പോൾ ഒരു കഷ്ണം സ്വർണമോ ആ കല്ലിനടിയിൽ വയ്ക്കണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വീട്ടമ്മ നിർബന്ധിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ നിർബന്ധിക്കും, കുടുംബക്കാർ നിർബന്ധിക്കും, അല്ലെങ്കിൽ കുറ്റിയടിക്കുന്ന സ്ഥപതി പറയും സ്വർണം വയ്ക്കുന്നില്ലേ എന്ന്. ഞാൻ എൻ്റെ മലയാളി സുഹൃത്തുക്കളോട് പ്രത്യേകം പറയുകയാണ്, വീട് നിർമ്മാണത്തിലോ കടകൾ നിർമ്മാണത്തിലോ കെട്ടിട നിർമ്മാണത്തിനോ സ്വർണം വയ്ക്കേണ്ട ഒരാവശ്യവുമില്ല. അത് ക്ഷേത്ര നിർമ്മാണത്തിൽ മാത്രമേ സ്വർണം വെച്ചിട്ടുള്ളൂ. ക്ഷേത്രത്തിൻ്റെ കുറ്റിയടിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ വെച്ചിട്ടുമുള്ളൂ. അല്ലാത്തടത്ത് മുഴുവൻ ഞാനിത് ഒഴിവാക്കലാണ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മളുടെ ക്ഷേത്രങ്ങളിൽ സ്വർണം ഇങ്ങനെ വന്ന് കുമിഞ്ഞുകൂടിയത്? 1955 ഗുരുവായൂർ നടയുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫോട്ടോയൊക്കെ നിങ്ങൾ വാട്സാപ്പിലൊക്കെ വന്നത് കണ്ടിട്ടുണ്ടാവും. ചെറിയ ഒരു ക്ഷേത്രമാണ്, ഓടിട്ട ക്ഷേത്രമാണ്. അവിടെ സ്വർണത്തിൻ്റെ കൊടിമരമില്ല, സ്വർണത്തിൻ്റെ ഒന്നുമില്ല.
നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ 1950, 60കളിലൊക്കെ സ്വർണം പൂശിയതൊന്നും ആയിരുന്നില്ല. അതേ സമയത്ത് വാസ്തുശില്പകലകളിൽ, പിന്നെ ശില്പകലകളിൽ, ചുമർ ചിത്രങ്ങളിൽ എല്ലാം അത്ഭുതങ്ങൾ ഉളവാക്കിയിട്ടുള്ളത് തന്നെയായിരുന്നു പല ക്ഷേത്രങ്ങളും. പക്ഷേ അവിടെയൊന്നും സ്വർണം പൂശിയത് കണ്ടിട്ടില്ല. എവിടെയാണ് ഈ സ്വർണം പൂശിയത്? എപ്പോഴാണ് ഈ സ്വർണം പൂശിയത്? ഏതോ ഒരു തന്ത്രി അല്ലെങ്കിൽ ഒരു വാസ്തുശില്പി അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റ്, ഇത്തരക്കാരിൽ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടോ അല്ലെങ്കിൽ സ്വർണങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ അതെടുത്ത് ഓടിൻ്റെ മുകളിൽ പൂശാം, ചെമ്പ് തകിടിൻ്റെ മുകളിൽ പൂശാമെന്ന് ആരോ പറഞ്ഞു. അതനുസരിച്ച് സ്വർണം പൂശുകയാണ് ഉണ്ടായത്. എതിർക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ക്ഷേത്രമല്ലേ, ക്ഷേത്രവിശ്വാസികൾക്ക് അതൊരു അത്ഭുതവുമായിട്ട് ഓരോ സ്ഥലത്തും ക്ഷേത്രം സ്വർണം പൂശുമ്പോൾ അത്ഭുതമായിട്ടാണ് ആ സ്വർണം കാണുന്ന സ്ഥലത്ത് കൂടി തൊഴുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിലെ സ്വർണം പോയത് കാരണം ക്ഷേത്രപാലകന്മാരെന്നുള്ള വിളിപ്പേര് പലരും ഇപ്പോഴാണ് കേൾക്കുന്നത്. ക്ഷേത്രത്തിൽ ഇങ്ങനെയുണ്ടോ? ക്ഷേത്രത്തെ സംരക്ഷിച്ച് നിർത്തുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കൽപ്രതിമയാണ്, അല്ലെങ്കിൽ മരത്തിൽ തീർക്കും. മരത്തിൽ തീർത്ത ക്ഷേത്രവും ഉണ്ട് കേരളത്തിൽ. അതിനെ സ്വർണം കൊണ്ട് പൂശിയാൽ എങ്ങനെ അവർക്ക് കാണാൻ പറ്റുമോ? ഇതൊരു സങ്കല്പമാണ്. അതേ സമയത്ത് സ്വർണം പൂശേണ്ട ഒരാവശ്യവുമില്ല. സ്വർണം 1960, 65, 70 കാലത്തോടു കൂടിയാണ് സ്വർണം ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് എത്തിപ്പെട്ടത്. അത് മലയാളികളുടെ കൈകളിലും കൂടുതലായിട്ട് എത്തിപ്പെട്ടത്. അതുവരെ സ്വർണം പേരിനൊരു താലിമാല മാത്രമേ നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള ആൾക്കാരുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ വന്നു, അവർ വ്യവസായികൾ വന്നു. അങ്ങനെയുള്ളവരൊക്കെ സ്വർണം വഴിപാടായി ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ഒരു വഴിപാട് ഉണ്ടായിരുന്നില്ല കേട്ടോ, ക്ഷേത്രത്തിൽ സ്വർണ്ണ വഴിപാടേ ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ബോർഡ് വയ്ക്കാൻ തുടങ്ങി, ക്ഷേത്രത്തിൽ സ്വർണ്ണ വഴിപാട് സ്വീകരിക്കുന്നതായിരിക്കുമെന്ന്. അങ്ങനെ സ്വർണം കൊണ്ട് കൊടുക്കുകയായി. അങ്ങനെ സ്വർണം കിട്ടി ഈ സ്വർണം അന്നൊന്നും സൂക്ഷിച്ചു വെക്കാൻ വേറെ മാർഗമില്ല. ഇന്നത്തെ പോലെ ലോക്കറുകളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. ഇനി ക്ഷേത്രത്തിൽ വെക്കുകയാണെങ്കിൽ തന്നെ സുരക്ഷിതവുമല്ല. അപ്പം ഈ സ്വർണം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. ആ സ്വർണം എടുത്ത് ഇന്നാ പിന്നെ സ്വർണം പൂശാം, ഓടങ്ങോട്ട് മാറ്റി ചെമ്പ് തകിടാക്കി ആ ചെമ്പ് തകിടിൻ്റെ മുകളിൽ സ്വർണം പൂശാം എന്നുള്ള രീതിയാക്കി. അങ്ങനെ സ്വർണം കൂടുതൽ വന്നപ്പോൾ കൊടിമരം ഉണ്ടല്ലോ മുറ്റത്ത് കിടക്കുന്നു, ആ കൊടിമരത്തിൻ്റെ മുകളിൽ ഓരോ പറ ആകൃതിയിലുണ്ടാക്കി സ്വർണ്ണക്കൊടിമരത്തിൽ സ്വർണം പൂശൽ നടത്തി. നമുക്കറിയാലോ, സ്വർണം പൂശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യ വേണം. സ്വർണം പൂശയാണെങ്കിൽ, സ്വർണം തകിടടിക്കുകയാണെങ്കിൽ അതിലും വലിയ സംഖ്യ വേണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും ക്ഷേത്രത്തിൽ ദൈവത്തിനൊരിക്കലും സ്വർണം വേണ്ട, നിങ്ങളുടെ പണവും വേണ്ട. നാമാണ് തീരുമാനിക്കുന്നത്. നമ്മളുടെ ഉദ്ദിഷ്ട കാര്യത്തിനായിട്ടും വഴിപാടായിട്ടും പണം കൊടുക്കുന്നത്. ആ പണം ക്ഷേത്രത്തിൻ്റെ ഉപകാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ക്ഷേത്ര ആവശ്യങ്ങൾ കഴിഞ്ഞ് അത് ഭക്തരുടെ ആവശ്യങ്ങളിൽ നീക്കി വെക്കേണ്ടതായിരുന്നു. ആ പതിവ് പല ക്ഷേത്രങ്ങളും ചെയ്യുന്നില്ല. ആ പണം സ്വരൂപിച്ച് അവർ പുതിയ പുതിയ സംവിധാനങ്ങളിലേക്ക് മാറുകയാണ്. വാസ്തുശാസ്ത്രപ്രകാരം ക്ഷേത്രങ്ങളിൽ വെച്ച് വിവാഹം പാടില്ല എന്നാണ് പറയുന്നത്. ഇന്ന് ഗുരുവായൂരമ്പലത്തിൽ
450 460 വിവാഹം നടന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ വെച്ചല്ല വിവാഹം നടത്തുന്നത്. അതൊരു കാര്യം ആലോചിക്കുക. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ഉരുട്ടി മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു 5 മണ്ഡപങ്ങളുണ്ട്. ആ മണ്ഡപത്തിൽ വെച്ച് മാത്രം ആ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ഓരോരുത്തർക്ക് ഷീട്ടാക്കി കൊടുക്കുന്ന സമയം. ആ സമയത്ത് അതിൻ്റെ മുകളിൽ കയറി മാലയിട്ട് ഇറങ്ങും. അത് ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളും സംഭാവനകൾ പിരിച്ച് ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് കല്യാണ മണ്ഡപം വലിയൊരു ക്ഷേത്രത്തിനേക്കാൾ ഉയരത്തിൽ, ക്ഷേത്രത്തിനേക്കാൾ ഭംഗിയിൽ കല്യാണ മണ്ഡപങ്ങൾ ഉണ്ടാക്കി. അതൊരു വരവല്ലേ? ഇവിടെ വരവാണ് പ്രധാനം. ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തുമ്പോൾ ആ ഒരു സംഖ്യ കിട്ടും. അതേപോലെ പാത്രങ്ങളുണ്ടെങ്കിൽ അതിനൊരു വാടക കിട്ടും. ഈ വാടകയോ ഈ ഫീസോ ക്ഷേത്രത്തിന് ആവശ്യമില്ല. ക്ഷേത്രത്തിൽ വിവാഹം പാടില്ല എന്നുള്ള നിയമം കൃത്യമായിട്ട് പാലിക്കപ്പെടേണ്ടതാണ്. അതിന് പ്രധാന കാരണവും കൂടി ഞാൻ പറഞ്ഞു തരാം. ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർ ഭക്തിയോടും മനസ്സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ. ക്ഷേത്രത്തിലേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേത്രത്തിലേക്ക് വരുന്നവർ അമിതമായി വേഷവിധാനങ്ങൾ പാടില്ല. അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കരുത്. മുടി അഴിച്ചിട്ട്, സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് വരാനേ പാടില്ല. കുളിക്കാതെ ക്ഷേത്രത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല. വൃത്തിയുള്ള വസ്ത്രമായിരിക്കണം. ചുരിദാറിനൊക്കെ വിലക്കുണ്ടായിരുന്നു. വിലക്കുണ്ടായത് തെറ്റില്ല. പഞ്ചാബിലൊക്കെ ആയിരുന്നു ചുരിദാർ ഉണ്ടായിരുന്നത്. അത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് 1970 കാലങ്ങളിലാണ് ചുരിദാർ നമ്മളുടെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടിയതും അത് സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വസ്ത്രവുമായത്. അപ്പോൾ ചുരിദാർ ഇട്ട് കയറാമെന്നുള്ള ഒരു സംവിധാനം വന്നു. ചുരിദാർ ഇട്ട് കയറുമ്പോഴും അതിൻ്റെ മുകളിൽ ചുരിദാർ ഇട്ട് കയറുന്നത് എന്ന് ബോർഡ് വെച്ച ക്ഷേത്രത്തിലും ചുരിദാറിൻ്റെ മുകളിലൊരു മുണ്ട് ഉടുത്ത് ക്ഷേത്ര അധികാരികളെ പറ്റിച്ചവരും പലരുമുണ്ടേ. പക്ഷേ ഇപ്പോൾ ചുരിദാർ ഇട്ട് കയറാം. അപ്പോൾ കാലത്തിൻ്റെ മാറ്റങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ വിവാദമായിരിക്കുകയാണല്ലോ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാം. പുരുഷന്മാർക്ക് ഷർട്ടിട്ട് കയറാൻ പാടില്ല. ഷർട്ട് കൈ പിടിക്കാം. അതേ സമയത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഷർട്ട് പോലും കയ്യിൽ കരുതാൻ പറ്റില്ല. അതിന് നിബന്ധന വന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അവിടുത്തെ നിധിശേഖരങ്ങളെക്കുറിച്ച് പൊതുവെ അറിയപ്പെട്ട കാലം മുതൽക്ക് അവിടുത്തെ 4-5 നിലവറയുണ്ട്. ആ നിലവറയിലേക്ക് കിടക്കുന്ന വാതിലുകൾ കൊളാപ്സർ ഗേറ്റൊക്കെ ഇട്ട് പൂട്ടിയിട്ട് അവിടെ പോലീസ് ബന്ദോബസ്തായിരുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ ആ കൊളാപ്സർ ഗേറ്റ് പോലും കാണില്ല. അത് അടച്ചു വെച്ചിരിക്കുക. എവിടെയൊക്കെയാണ് ആ കമ്മാനങ്ങൾ കിടക്കുന്ന വാതിലുകൾ എന്ന് അറിയില്ല. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ സ്വർണം മറ്റും വല്ലതും ഈ തുണിയിൽ പൊതിഞ്ഞു കെട്ടി വന്നാലോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയാലോ എന്നുള്ള സുരക്ഷയ്ക്കാണ് വസ്ത്രം ഒന്നും പുരുഷന്മാർ കയ്യിൽ കരുതരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. വാനിറ്റി ബാഗ് പോലും പരിശോധിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നിർബന്ധമായി വന്നിരിക്കുകയാണ്. ഇനി അഥവാ നിർബന്ധമാണെങ്കിൽ അതിന് പ്രത്യേക ഫീസ് അടച്ച് വീഡിയോ ക്യാമറകളൊക്കെ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ളതും ചില ക്ഷേത്രങ്ങളിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്ഷേത്രവിശ്വാസികൾ, ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോകുന്നവർ ആഡംബര വസ്ത്രങ്ങൾ, അതുപോലെ ആഡംബരമായ ആഭരണങ്ങൾ ഇവയൊന്നും ധരിക്കാൻ പാടില്ല.
കോസ്മെറ്റിക്സ് ഒന്നും പാടില്ല, ഒരു സ്പ്രേ പോലും ഉപയോഗിക്കരുത്, മുഖത്ത് പൗഡർ പോലും ഉപയോഗിക്കരുതെന്നാണ് പറയുക. ഇന്ന് ഏറ്റവും കൂടുതൽ അണിഞ്ഞൊരുങ്ങി സ്ത്രീകളെയും പുരുഷന്മാരെയും കാണുന്നത് ക്ഷേത്രത്തിലാണ്. ക്ഷേത്രവിശ്വാസത്തിലുണ്ടായ മാറ്റമാണത്. ഏറ്റവും കൂടുതൽ അലങ്കാരം അത്രമാത്രം അലങ്കരിക്കപ്പെട്ട്, ക്ഷേത്രമാണ് അലങ്കരിക്കപ്പെടേണ്ടത്, പക്ഷെ ഇവിടെ പോകുന്ന വ്യക്തിയാണ് പുതുവസ്ത്രവും അതിനനുയോജ്യമായ ആഭരണങ്ങളും ലിപ്സ്റ്റിക്കും അതുപോലെ ഫേഷ്യലൊക്കെ ചെയ്ത് ഇനി പറയേണ്ട മേക്കപ്പുകളെല്ലാം ഇട്ട്, ആണുങ്ങളാണെങ്കിൽ രണ്ടാം മുണ്ട്, അതും വില കൂടിയ കസവോട് കൂടിയ രണ്ടാം മുണ്ട് പുതയ്ക്കുകയോ അരയിൽ കെട്ടുകയോ ചെയ്യും. ധാരാളം ആഭരണങ്ങൾ ധരിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ക്യൂ നിൽക്കുന്നതും ക്ഷേത്രത്തിൽ നിന്ന് കാണാം. വിശ്വാസികൾ ക്ഷേത്രത്തിൽ പോകേണ്ടത് നഗ്നപാതരായി, ലളിതമായ എന്നാൽ വൃത്തിയുള്ളതും അടച്ചുറപ്പുള്ളതുമായ വസ്ത്രം അതും ധരിച്ച് ആഡംബരങ്ങളില്ലാതെ ക്ഷേത്രങ്ങളിൽ പോവുകയാണ് വേണ്ടത്. അത് ശബരിമലയിൽ പാലിക്കുന്നുണ്ട്. ശബരിമലയിൽ പോകുന്ന ഭക്തർ എല്ലാവരും കറുത്ത വസ്ത്രം അല്ലെങ്കിൽ നീല വസ്ത്രം ധരിച്ചിട്ടാണ് പോകുന്നത്. അവരിലിടയിൽ സമ്പന്നരേതാണ് പാവപ്പെട്ടവനേതാണ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ വേണം. അവിടെ ഒരു ആഡംബരത്തിനും പ്രസക്തിയില്ല, ആഡംബരം കാണാൻ നേരമില്ല. ഒരു ഭക്തനും ആ ആഡംബരം നോക്കി നിൽക്കാനുള്ള നേരമില്ല. കാനനപാതയിലൂടെ നടന്നു പോവുകയാണ്, ലക്ഷ്യം ശബരിമലയാണ്. 18 പടി കയറി, അതൊരു വലിയ വിഷമമാണെന്ന് എല്ലാവരും വിചാരിക്കും. 18 പടി എന്ന് പറയുന്നത് അത് ഒറ്റക്കല്ലിൽ പണിതതാണ്. ഒറ്റക്കല്ലിൽ പണിതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള കല്ലല്ല, വേറെ എവിടുന്നോ കൊണ്ടുവന്ന് ഒറ്റക്കല്ലിൽ 18 പടി. ആ 18 പടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാദം മുഴുവനായിട്ട് വെക്കാൻ കഴിയില്ല. 8 ഇഞ്ച് വീതിയിലുണ്ട്. നമ്മുടെ കാലൊക്കെ 12 അടി വരെ ഉണ്ടാവും. ഇവിടെ 8 ഇഞ്ച് വീതിയുള്ളൂ. ഒരു കാലെടുത്തിട്ട് വളച്ചെടുത്ത് വെക്കണം മുകളിലേക്ക്. സാധാരണ കോണി കയറുന്നത് പോലെ കയറാൻ പറ്റില്ല, കാരണം കുറച്ച് കുത്തനെയാണ് ആ കല്ല് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മെ പിടിച്ചു കയറ്റാൻ 2 ഭാഗത്തും പോലീസുകാരുണ്ടാവും. അവർ നമ്മളെ വേദനിപ്പിക്കാതെ സൂക്ഷ്മതയോടുകൂടി ഓരോ അയ്യപ്പനെയും വളരെ സൂക്ഷ്മതയോടുകൂടി ആ 18 പടികളും ചവിട്ടി കയറാൻ അവർ സഹായം ചെയ്തു കൊടുക്കും, ഏത് തിരക്കിലും. ആ 18-ാം പടി 1998 സെപ്റ്റംബറിൽ വിജയ് മല്യ എന്ന് പറയുന്ന അതികോടീശ്വരൻ സ്വർണപ്പാളികകൾ കൊണ്ട് ആ കരിങ്കലിനെ പൊതിഞ്ഞു. ശബരിമലയിൽ വന്ന ഒരു വലിയ ദോഷമാണത്. ഞാൻ ആ കാലം മുതൽ അതിനെപ്പറ്റി വിമർശിക്കാറുണ്ട്. പക്ഷെ നമുക്ക് വിമർശിക്കാനുള്ള അവസരങ്ങൾ വേറെ എവിടെയില്ലല്ലോ, ഇങ്ങനെ പറയാമെന്നല്ലാതെ. സാധാരണ സ്വർണം സ്ത്രീകളിൽ അരയ്ക്ക് താഴെ സ്വർണം ധരിക്കാൻ പാടില്ല എന്ന് പറയാം. അരഞ്ഞാണവും അരയ്ക്ക് താഴെ പാദസരവും വിരലിൻ്റെ മോതിരവും സ്വർണം ധരിക്കാൻ പാടില്ല. അതിൻ്റെ ശാസ്ത്രം സ്ത്രീ ഹോർമോണും സ്വർണവും പ്രതിപ്രവർത്തിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ പണ്ട് പുരാതനമായിട്ട് മഹർഷീശ്വരന്മാരോ മറ്റുള്ളവരോ കണ്ടെത്തിയ ഒരു കാര്യമാണ്. സ്ത്രീകളത് ധരിക്കാൻ പാടില്ല. ഇപ്പോൾ എല്ലാവരും കാലിൽ സ്വർണ്ണപാദസരം അത് കാണിക്കാൻ വേണ്ടി ഒന്ന് കാല് പൊന്തിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അത് അവനവൻ്റെ ദേഹത്തിനാണ് ദോഷം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ലോഹങ്ങളൊക്കെ നമ്മളിൽ പ്രതിപ്രവർത്തിക്കുന്നുണ്ട്. അത് അനുകൂലമായിട്ടും വിപരീതമായിട്ടുമുണ്ട്. നമ്മൾ ചെറിയ കുട്ടികൾ, ഏത് മതസ്ഥരായാലും ചെറിയ കുട്ടികളെ പഞ്ചലോഹങ്ങൾ ധരിപ്പിക്കുന്ന ഒരു ശീലമുണ്ട്.
അരയിൽ കെട്ടും. അതൊക്കെ ശരീരത്തിന് ഗുണം നൽകുന്നതാണ്. സ്വർണം ധരിക്കാം, കാതിൽ സ്വർണം ധരിക്കാം, മൂക്കുത്തി ഇടാം വേണമെങ്കിൽ, ഭംഗിയുണ്ടെങ്കിൽ. അതും ചിലർ കണ്ണു പറ്റുന്നതിന് വെച്ചതുപോലെ ഉണ്ടേ പലർക്കും. കൈകളിൽ ആ ആവശ്യത്തിന് ധരിക്കാം, കഴുത്തിൽ ധരിക്കാം, പോരെ, പിന്നെ കാലിൽ വേണം. അപ്പോൾ പറഞ്ഞു വന്നത്, സ്വർണം എന്തിനാണ് ഈ 18-ാം പടിയിൽ പൂശിയത്? പൂശിയതല്ല, സ്വർണ്ണ പാളികകളാണ് വെച്ചത്. പണത്തിൻ്റെ ഒരു ഹുങ്ക് എന്ന് നമ്മൾ പറയും. വിജയ് മല്യയെ ആരോ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും പണമുള്ളതുകൊണ്ട് ദേവൻ എന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അവിടെ ഒരു തന്ത്രിയോ അവിടെ ഒരു വാസ്തുവിദഗ്ധനോ കൃത്യമായി ഇതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ, അരുത്, പടിയിൽ സ്വർണം പൂശരുത്, സ്വർണത്തിൽ ചവിട്ടാൻ പാടില്ല എന്ന് പറയേണ്ടതായിരുന്നു. ക്ഷേത്രത്തിനുള്ളിലേക്ക് പൂജാരി കയറുന്നതും സ്വർണത്തിൽ ചവിട്ടിയിട്ടാണ് പല ക്ഷേത്രങ്ങളിലും. ദോഷമാണ്. അവിടെ കരിങ്കൽപ്പാളികളിൽ കൂടി തന്നെ ചവിട്ടിപ്പോകണം, അല്ലെങ്കിൽ മരപ്പലകകളിൽ കൂടി ചവിട്ടിപ്പോകണം. ഇവിടെ സ്വർണം പൂശിയതാണ്, സ്വർണ്ണപ്പാളിക വെച്ചതാണ് വിജയ് മല്യയ്ക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ മറ്റൊന്നും പറയണ്ട. വിജയ് മല്യയ്ക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ വിമാന സർവീസും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും എല്ലാം പൊളിഞ്ഞ് പാപ്പരയായി. നാടുവിടേണ്ട അവസ്ഥയാണ് വന്നത്. ഇന്നും നമ്മളെ നാട്ടിലില്ല, നാട്ടിലേക്ക് വരാൻ അദ്ദേഹത്തിന് കഴിയില്ല. സ്വർണമായാലും പണമായാലും അത് സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിക്കണം, അത് വെക്കേണ്ടടുത്ത് വെക്കണം. കാണുന്ന നിൽക്കലെല്ലാം സ്വർണം പൂശിക്കഴിഞ്ഞാൽ ആ സ്വർണം എടുക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും മനുഷ്യർക്ക്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണമിട്ട് വെക്കാനുള്ള ഭണ്ഡാരമില്ലേ, ഈ ഭണ്ഡാരത്തിൽ പണമിടുന്നതിന് പകരം ഭണ്ഡാരത്തിന് പുറത്താണ് പണമിടുന്നുണ്ടെങ്കിൽ അവിടുന്ന് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഭണ്ഡാരത്തിൽ തന്നെ മോഷ്ടിക്കപ്പെടുന്നുണ്ട് പണം ഇട്ടിട്ട്. CBI ഡയറി കുറിപ്പിൽ ഒരു ഈർക്കിലി കൊണ്ടുവരും, കുറച്ച് ചക്കവളഞ്ഞി കൊണ്ടുവരും എന്ന് പറഞ്ഞു. ചക്കവളഞ്ഞി ഈർക്കിലിൻ്റെ മുകളിലാക്കി ഭണ്ഡാരത്തിലിറക്കി, ചക്കവളഞ്ഞീൻ്റെ ഒപ്പരം നോട്ടുകൾ ഇങ്ങനെ പൊന്തി വരിക. ഓരോ പ്രാവശ്യവും ഭണ്ഡാരത്തിലിടുമ്പോൾ നോട്ടുകൾ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഭണ്ഡാരത്തുനിന്ന് പൈസ എടുക്കാൻ എളുപ്പമാണ്. അത് പലയിടത്തുനിന്ന് പിടിച്ചിട്ടുണ്ട്. CBI ഡയറി കുറിപ്പിൽ അത് കാണിച്ചെന്ന് മാത്രം. അതിൽ സ്വർണ്ണ നാണയം ഇട്ടുണ്ടെങ്കിൽ സ്വർണ്ണ നാണയവും പറ്റിപ്പിടിച്ചു വരും. ഭണ്ഡാരം കുത്തിപ്പൊളിക്കാതെ തന്നെ ഭണ്ഡാരത്തിൽ നിന്ന് പൈസ എടുക്കാം. CCTV ക്യാമറയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതിൽ നിന്നൊക്കെ പണം എടുക്കാം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് സ്വർണം പൂശുകയും ആവശ്യമില്ലാത്തടുത്ത് വെള്ളി പൂശുകയും ഒക്കെ ചെയ്യുമ്പോൾ, അത് കാണുമ്പോൾ അത് കളവ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തിനാണ് ബാങ്കിൽ ഗ്ലാസ് ഡോറിൻ്റെ അടുത്ത് തന്നെ ഇരുമ്പിൻ്റെ 2 ഡോറ് കാണാം നിങ്ങൾക്ക്, പകുതിയെ തുറന്നിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചങ്ങലയിട്ട് വെച്ചിട്ടുണ്ടാവും. എന്താ? ബാങ്കിലെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. പണ്ടൊന്നും ക്ഷേത്രത്തിന് ആരും കാവൽക്കാരുണ്ടായിരുന്നില്ല. കാരണം ക്ഷേത്രത്തിലെ ബിംബത്തിൽ ഒരു ചെറിയ നൂലിൻ്റെ മുകളിൽ ചെറിയ സ്വർണത്തിൻ്റെ ഒരു താലി മാത്രമേ ധരിപ്പിച്ച് വെച്ചിരുന്നുള്ളൂ. പിന്നെ അവിടെ കാണുന്ന കുറച്ച് ചെമ്പുപാത്രങ്ങളും ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭക്തി കൊണ്ട് അത് എടുക്കാനൊന്നും ആരും ഒന്നും പോയിട്ടില്ല. ഇന്ന് ക്ഷേത്രത്തിൽ ആവശ്യമില്ലാതെ കാണുന്നിടത്തെല്ലാം ദ്വാരപാലകന്മാരെയൊക്കെ സ്വർണം പൂശി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് മങ്ങലേൽക്കുകയും ആ സ്വർണ്ണപ്പാളി എടുത്ത് മാറ്റി വെച്ചിട്ട് അതിനെ ഒരു മുക്ക് സ്വർണത്തിൻ്റെ പാളി അവിടെ കൊണ്ടുവെക്കുകയും ഒക്കെ ചെയ്യുന്ന, ഞാൻ അനുകൂലിച്ച് പറയുകയല്ല. ആ ടെൻഡൻസി വരാനുണ്ടായ കാരണം എന്താണ്?
ആവശ്യമില്ലാത്തടുത്ത് സ്വർണം പൂശി, സ്വർണ്ണ നിക്ഷേപം നടത്തി, സ്വർണം അലങ്കാരമാക്കി. അതുകൊണ്ടാണല്ലോ അത് എടുക്കപ്പെട്ടു പോയത്. ക്ഷേത്രത്തിലെ നടത്തിപ്പുകളിൽ പല പരാതികളും ധാരാളം വരുന്നുണ്ട്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ആനയെ നടയിരുത്തുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി തീർത്തതാണ്. ആനയെ ഗുരുവായൂരപ്പന് കൊടുക്കുക. ആർക്ക് വേണമെങ്കിലും ആനയെ കൊണ്ടുപോകാം. നിങ്ങൾക്കൊരു ആനയെ കൊടുക്കണമെങ്കിൽ ഗുരുവായൂർ കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കാം. പക്ഷെ ആനയെ ഇങ്ങനെ കിട്ടി ഗുരുവായൂരിൽ ആനയെ സംരക്ഷിക്കാൻ വലിയ ചെലവ് വന്നു. മനുഷ്യനെ സംരക്ഷിക്കും പോലെയല്ലല്ലോ ആനയെ സംരക്ഷിക്കുക. ആനയ്ക്കൊരു ദിവസം എത്ര വെള്ളം വേണം, എത്ര ഭക്ഷണം വേണം, എത്ര പാപ്പാന്മാർ വരണം, അതിൻ്റെ ഷെൽട്ടർ വേണം, അതിൻ്റെ സ്ഥലം വേണം. അങ്ങനെ ദേവസ്വം പിന്നെ ആനയെ കൊണ്ടുവരരുതെന്ന് പറയുമ്പോൾ അതൊരു വിഷമമല്ലേ എന്ന് കരുതി ആനയെ നടക്കിരുത്താം. പക്ഷെ ആനയ്ക്ക് വേണ്ട ചിലവ് കൂടി അവർ വഹിക്കണം. ഇതോടുകൂടി ആനയെ നടക്കിയിരുത്തൽ നിർത്തി. അല്ലെങ്കിൽ ആന എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുരുവായൂരപ്പൻ എന്തിനാ ആന? ആന ഓട്ട മത്സരമൊക്കെ നടത്തുന്നുണ്ട്. മഹാപാപാണ് ആന ഓട്ട മത്സരം. ആ പാവ ആനകളൊന്നും കാട്ടിൽ മത്സരിക്കാറില്ല എന്നുള്ളതാണ്. അവരുടെ ഭക്ഷണത്തിന് പോലും അവ മത്സരിക്കാറില്ല. അവരൊരു വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ കൊമ്പുകളൊക്കെ പൊട്ടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ പിറകെ വരുന്ന മാനിന് അത് ഭക്ഷിക്കാം. അവയ്ക്ക് വേണ്ട കമ്പെടുത്ത് കടിച്ച് നിലത്തിടും. അത് മാനോ കാളയോ കാട്ടുപോത്തോ ഒക്കെ പോയിട്ട് ഭക്ഷിക്കാം. അത്രമാത്രം ഉപകാരം ചെയ്യുന്നവരായിരുന്നു ആന. അവർ കാട്ടിലൊരു മത്സരം നടത്താറില്ല. പക്ഷെ അവരെ കൊണ്ട് ഓട്ടമത്സരം നടത്തുക, എന്നിട്ട് നമ്മളതിൽ സന്തോഷിക്കുക. ഇപ്പം അടുത്ത കാലത്ത് തന്നെ ഒരു 3 മാസം മുമ്പ് ഒരാനയ്ക്ക് ഒരു ദിവസത്തെ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ഉത്സവത്തിന് പോയാൽ, ഏക്കൊന്നാ പറയാം, അതിന് ഉത്സവത്തിന് പോയാൽ കൊടുക്കുന്ന തുക 24 ലക്ഷം. 44 ലക്ഷമാണോ ഉള്ളത് എനിക്കറിയില്ല. ഒരു പ്രാവശ്യം വായിച്ചതേ ഉള്ളൂ. അതിൽ കൈയടിക്കുകയാണ് മലയാളികൾ. നിങ്ങൾക്ക് ആ പൈസ കിട്ടുന്നുണ്ടോ? ആ ആന തലയുയർത്തി നിൽക്കാൻ വേണ്ടി അതിൻ്റെ ഈ ഭാഗത്ത് കൂർത്ത ഇരുമ്പിൻ്റെ ഒരു പാര ഇങ്ങനെ വെക്കുക ചെയ്യാം, തല ഉയർത്തി പിടിക്കാൻ. അത് അമർത്തി കഴിഞ്ഞാൽ അവിടെ തുളയും. അപ്പോൾ തല ഇങ്ങനെ ഉയർത്തി പിടിക്കും. അപ്പോൾ തലക്കനം കാണാൻ വേണ്ടി അതിനെ ഇവിടെ ഇങ്ങനെ കുത്തി വെക്കുക. അതാരും ശ്രദ്ധിക്കില്ല. പിന്നെ വേഷഭൂഷാദികളൊക്കെ ധരിച്ച് ആ ആനയെ ആനച്ചന്തെന്നും കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ ആനച്ചന്ത കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതിന് ഈ 45 ലക്ഷം ഒരു ദിവസത്തേക്ക്. അതിന് ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് എത്ര കമ്മീഷൻ? അതിന് ബുക്ക് ചെയ്യാൻ പോകുന്നവർക്ക് എത്ര കമ്മീഷൻ? അതിൻ്റെ ഓണർക്ക് എപ്പോൾ എത്ര കിട്ടും? അതിനെ കൊണ്ടുവരാനായിട്ടൊരു ലോറി. നമുക്ക് വാഹനങ്ങളിൽ പോകുമ്പോൾ നമ്മളുടെ സൗകര്യം പോരാന്നാണ് നമ്മൾ പറയാറ്. നമുക്കിപ്പോൾ കിടന്നുറങ്ങിപ്പോണം ബസ്സിൽ, പോരെ? നിന്ന് പോയിരുന്നു നമ്മൾ. മരപ്പലകയായിരുന്നു 1955, 60, 62 കാലഘട്ടങ്ങളിൽ മരപ്പലകയായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. നീളത്തിലായിരുന്നു, ബസ്സിൻ്റെ അതേ രൂപത്തിലായിരുന്നു, നീളത്തിലായിരുന്നു സീറ്റ്. പിന്നെ ആ സീറ്റ് നമുക്കിങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്നുള്ളത് നില വന്ന് 2 സീറ്റുകളായി. ചകിരി വെച്ചിട്ടുള്ള ഒരു റെക്സിൻ ഷീറ്റ് ഇട്ടുള്ളതായി. പിന്നെ നമുക്ക് മുന്നിൽ ചവിട്ടാനുള്ള സംവിധാനം ചെയ്തു. പിന്നെ നമുക്ക് പിടിക്കുന്ന അവിടെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വെച്ചു. മാത്രമല്ല കുഷീൻ വേണമെന്ന് വെച്ചു. മാത്രമല്ല ചാരിക്കിടക്കണം, തലയൊന്ന് ചരിച്ചു വെക്കണം എന്ന രൂപത്തിലായി. പിന്നെയോ സ്വിച്ച് അമർത്തിയാൽ ചരിഞ്ഞു പോകുന്ന രൂപത്തിലുള്ളതായി.
അപ്പോൾ ആനയ്ക്ക് എവിടെയെങ്കിലും പിടിക്കാൻ പറ്റും? രണ്ട് ഭാഗത്തും മരത്തിൻ്റെ പീസ് ഇട്ടിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചരിയുമ്പോഴും ഒക്കെ അത് ബാലൻസ് ചെയ്യാൻ വളരെയേറെ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഇറങ്ങാനൊരു ചെറിയ സ്റ്റെപ്പ്. ഇത്രമാത്രം നഗ്നമായ ഒരു പീഡനമാണ് ഭക്തിയുടെ പേരിൽ ആനയ്ക്ക് അനുഭവപ്പെടുന്നത്. നമുക്ക് ആ വിഷയം കൂടി പഴയ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. സ്വർണ്ണ വിഷയത്തിലേക്ക് തന്നെ വരാം. നിങ്ങൾ ഈ സ്വർണവും പണവും കൊടുക്കുന്നതിനല്ല, ആ ക്ഷേത്രം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഭക്തരായ നിങ്ങൾ മനസ്സിലാക്കണം. മണ്ഡലകാലത്ത് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, എത്ര സന്തോഷകരമായിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ 365 ദിവസവും ഭക്ഷണം കൊടുക്കാനുള്ള വക ക്ഷേത്രത്തിലുണ്ട്. എന്നാൽ 365 ദിവസവും ഭക്ഷണം കൊടുത്തുകൂടെ? 365 ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. അത് കൈവിരലിൽ എണ്ണാവുന്നത് മാത്രം. എന്നാൽ ഈ മണ്ഡലകാലം പോലെ 365 ദിവസവും ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്ഷണങ്ങൾ കൊടുക്കണം. ക്ഷേത്ര വരുമാനം അതിനായിട്ട് മാറ്റിവെക്കണം. അല്ലാതെ സ്വർണം പൂശാനോ സ്വർണ്ണപ്പാളി ഉണ്ടാക്കാനോ അത് കട്ടുകൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കാനോ ഒന്നും നിൽക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ 18-ാം പടിക്ക് 1994 കാലഘട്ടം മുതൽ വിജയ് മല്യ സ്വർണം പാളികകൾ വെച്ചതിന് ശേഷം അവിടെ 2 പോലീസുകാർ കാവല. ഈ പാളിക്ക് കാവലാണ്. അല്ലെങ്കിൽ പാളി കട്ടുകൊണ്ടുപോലെ കാട്ടിനുള്ളിലല്ലേ. ആ പാളിക്ക് തേയ്മാനം വന്നു. ഇപ്പോൾ രണ്ടാമത് അത് തവിട് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർണത്തിൽ ചവിട്ടുമ്പോൾ നമ്മൾ വൃത്തിയിൽ ചവിട്ടണമെന്ന് അവർക്കൊരു ബോധമുണ്ട്. അപ്പോൾ അടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോവുക. ആ വെള്ളത്തിൽ ചവിട്ടിയിട്ട് വേണം നമ്മൾ സ്വർണ്ണപ്പാളിയിൽ ചവിട്ടാൻ. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിയുണ്ട്. സ്വർണത്തിൽ ചവിട്ടുമ്പോൾ കാല് കഴുകിയിട്ട് വേണമെന്ന്. അതുവരെ ശബരിമലയിലേക്ക് കയറുമ്പോൾ വെള്ളമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, കരിങ്കൽപ്പാളി ഉണ്ടായിരുന്നപ്പോൾ. അപ്പോൾ സ്വർണം വെച്ചപ്പോൾ സ്വർണത്തിൽ ചവിട്ടുമ്പോൾ കാല് കഴുകണമെന്നായി. ആ വൃത്തി എന്താ നേരത്തെ ഉണ്ടായിരുന്നില്ല, നേരത്തെ തോന്നിയില്ല. അപ്പോൾ സ്വർണത്തിൽ ചവിട്ടുമ്പോൾ വൃത്തിയിൽ ചവിട്ടണം. സ്വർണത്തിൽ ചവിട്ടാൻ പാടില്ല. നമ്മുടെ ശരീരത്തിലൊക്കെ സ്വർണ്ണമുണ്ട്. കമ്പ്യൂട്ടർ നിർമ്മിച്ചത് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെ കണക്കാക്കിയിട്ടാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെങ്കിലേ അതിൽ മെമ്മറി വർക്ക് ചെയ്യുള്ളൂ. മെമ്മറിയിൽ സ്വർണം അത് കമ്പ്യൂട്ടർ പൊട്ടിച്ചാൽ കിട്ടില്ല. അതിൽ കുറച്ചേ സ്വർണം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലും നമ്മളെ തലച്ചോറ് പൊട്ടിച്ചാൽ സ്വർണം കാണോ? ഇല്ല. പക്ഷെ നമുക്കറിയാം പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്ക് ബ്രഹ്മി കൊടുക്കണമെന്നൊക്കെ. ബ്രഹ്മിയുടെ ഇലകളിൽ സ്വർണ്ണമുണ്ട്, സ്വർണ്ണ നിക്ഷേപം ഉണ്ട് എന്നൊക്കെ പണ്ട് കാലത്തെ പറയുന്നുണ്ട്. ഇപ്പം അടുത്ത പഠനത്തിൽ കണ്ടത് യൂക്കാലി ഇലകളില്ല. യൂക്കാലി ഇലകളുടെ തമ്പത്ത് വളരെ സൂര്യകിരണങ്ങൾ അടിക്കുമ്പോൾ അങ്ങനെ തിളങ്ങുന്നത് കാണാം. പക്ഷേ ആ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. അത്ര ചെറുതാണ്. അതൊക്കെ മനുഷ്യൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് സ്വർണം പൂശുന്നത്, അതുപോലെ സ്വർണ്ണ നിക്ഷേപം ചെയ്യരുത്. എവിടെയാണ്, ഏത് ഗ്രന്ഥത്തിലാണ് സ്വർണം കൊടുക്കണമെന്ന് പറയുന്നത്? ശബരിമലയിൽ പോകുമ്പോൾ അവിലും മലരും സ്വാമിക്ക്, നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂര ദീപം സ്വാമിക്ക്, കാണിപ്പണവും സ്വാമിക്ക്. ആ കാണിപ്പണം മാത്രമേ ഉള്ളൂ, കാണിപ്പൊന്ന് ഇല്ല. കാണിപ്പൊന്ന് അവിടെ ഇല്ല, അത് പറയുന്നേ ഇല്ല. ഇങ്ങനെ സ്വർണം ഇഷ്ടം പോലെ കൊടുക്കുന്ന ക്ഷേത്രത്തിൽ കൊടുക്കുകയും അത് വിനിയോഗിക്കാൻ അറിയാത്തവരെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അത് വിനിയോഗിക്കണം, നിക്ഷേപമായി വയ്ക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ ശബരിമലയിൽ ഭക്ഷണം കൊടുക്കാൻ എല്ലാ കാലത്തും കഴിയില്ല, അവിടെ എത്തിപ്പെടണ്ടേ. അതല്ലാത്ത
നമ്മളെ പഞ്ചായത്തുകളിൽ കൊടുത്തുകൂടെ? ഗ്രാമങ്ങളിൽ കൊടുത്തുകൂടെ? ഹോസ്പിറ്റലുകളിൽ കൊടുത്തുകൂടെ? എവിടെയൊക്കെ കൊടുക്കാം? മനുഷ്യൻ ഇങ്ങനെ രാപ്പകൽ ഓടുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഒരു വീട്ടിലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എത്രയോ പേര് കഷ്ടപ്പെടുന്നു. ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ടും കടല വറുത്ത് വിറ്റിട്ടും എത്രയോ പേര് ഇരന്ന് ജീവിക്കുന്നു. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തുകൂടെ? അല്ലെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൂടെ? ഇവരെയൊന്നും കണ്ടെത്താൻ ഒരു വിഷമവും ഇന്നത്തെ കാലത്തില്ല. കുറേ നിക്ഷേപിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. കുറേ ഭൂമി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ബാങ്ക് നിക്ഷേപങ്ങളിലൊക്കെ ഒരു പരിധി വരാൻ പോവുകയാണ്. ഇപ്പോൾ പിന്നെ ഗൾഫ് കൺട്രിയിലൊക്കെ നമുക്ക് പണം നിക്ഷേപിക്കായിരുന്നു, ദുബായിലൊക്കെ. ഇപ്പോഴൊക്കെ ദുബായിൽ നിക്ഷേപിക്കുന്ന പണത്തിനും ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ 2024 മുതൽക്ക്. അതുവരെ നമുക്ക് എവിടെ നിന്നും അവിടേക്ക് പണം അയക്കാം, അവിടെ നമുക്ക് നിക്ഷേപം നടത്താം, റിയൽ എസ്റ്റേറ്റ് നടത്താം. പക്ഷേ 2024 ശേഷമുള്ള നിയമപ്രകാരം ബാങ്ക് ത്രൂ അല്ലാതെ ഒരു കാര്യവും നടക്കില്ല. അങ്ങനെ നടക്കുകയാണെങ്കിൽ അതിന് ടാക്സ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ക്ഷേത്രവിശ്വാസികൾക്കോ ക്ഷേത്ര ഭാരവാഹികൾക്കോ ഒന്നും വിഷമം തോന്നരുത്. പണമോ സ്വർണമോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ക്ഷേത്രത്തിൽ കൊടുക്കാം. പക്ഷെ അത് എന്തിനു വേണ്ടി, എന്താവശ്യത്തിനു വേണ്ടി ചെലവാക്കുന്നു? ദൈവത്തിന് പണം ഒരാവശ്യവുമില്ല. ദൈവത്തിന് നമ്മൾ പണം കൊണ്ടുപോയിട്ട് മുന്നിൽ കൊണ്ടുപോയി ചെരിയാറില്ല. ദൈവത്തിന് കളഭാഭിഷേകവും ശംഖാഭിഷേകവും പുഷ്പാഞ്ജലിയുമൊക്കെയാണ് കഴിക്കാറ്, പൂമാലകളൊക്കെ അർപ്പിക്കാറ്. സ്വർണം മാലകളായി ചാർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴുണ്ട് കേട്ടോ. പക്ഷെ ദൈവത്തിനൊരിക്കലും സ്വർണം ആവശ്യമില്ല. ആലോചിക്കുക, ക്ഷേത്രങ്ങളും ക്ഷേത്രഭാരവാഹികളുമെല്ലാം നമ്മുടെ സർക്കാരും ക്ഷേത്രപണം എങ്ങനെ ഉപയോഗിക്കണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് ആ പണം എത്തിച്ചേരണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കുറ്റാരോപിക്കുന്നവരെയോ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം അതെല്ലാം ദൈവം അവർക്ക് ശിക്ഷ നൽകും എന്ന് മാത്രമേ, അല്ലെങ്കിൽ ഒരു മാനസാന്തരം ഉണ്ടാകും എന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.